ആദരവായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ, വിശേഷിച്ച് കേരളത്തിൽ ഇസ്ലാം ദീൻ സഹാബികൾ നമുക്ക് പരിചയപ്പെടുത്തി. മുൻഗാമികളായ മുസ്ലിങ്ങൾ കാണിച്ചു തന്നൊരു മാതൃകയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിക്കൊണ്ട് തന്നെ 1920-കൾക്ക് ശേഷം കേരളത്തിൽ മുള പൊട്ടിയ മുജാഹിദ്, അതിനുശേഷം ജമാഅത്ത് ഇസ്ലാമി, അങ്ങനെ പുത്തൻവാദികളുടെ ഒരു നിര തന്നെ വരികയാണ്. അള്ളാഹുവിനെ ശിർക്ക് ചെയ്യുന്നു, അള്ളാഹുവിന് പങ്കു ചേർക്കുന്നു. അതേ അള്ളാഹുവിന്റെ പേരിൽ തന്നെയാണ് അവർ ഇന്ന് തമ്മിലടിക്കുന്നത്. മുസ്ലിം കേരളങ്ങൾ ലജ്ജിക്കുക. ഇത്രയും കാലം ഒരു ആക്ഷേപം ഉന്നയിക്കാതെ എല്ലാവരും ആ പണ്ഡിതനെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുകയും അദ്ദേഹത്തെ വിളിക്കുകയും തേടുകയും അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തെ ക്ഷണിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ആരും ഒരു കുട്ടിയും ആര് പറയാനും മാറിക്കൊണ്ടിരിക്കണം. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? 10 മിനിറ്റ് കൂടി എനിക്ക് സംസാരിക്കാൻ അനുവാദം തരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഞാൻ എഴുതിയത് നിങ്ങൾക്ക് പേടി, നിങ്ങൾ പേടി കൊടുക്കാറില്ല. പോലെ നിങ്ങൾ വരച്ചിട്ട് കാര്യമില്ല. വരക്കണ്ട നിങ്ങൾ. ഞാൻ 10 മിനിറ്റ് കൂടി സംസാരിച്ചാൽ നിങ്ങളുടെ ഉള്ള ആപ്പിലാകും. നിങ്ങൾ ആപ്പിലാകും. മധ്യസ്ഥന്റെ അകത്ത് വരണം. എനിക്ക് 10 മിനിറ്റ് കൂടി തരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? എനിക്ക് 10 മിനിറ്റ് കൂടി തരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? എനിക്ക് 10 മിനിറ്റ് കൂടി തരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? 100 മിനിറ്റ് തരാൻ ധൈര്യമുണ്ട്. പക്ഷേ മധ്യസ്ഥൻ ഈ വിഷയത്തിൽ തീരുമാനമുണ്ടാക്കിയേ മതിയാകൂ. ഇതാണ് ഇതാണ് ഖുറാഫി തന്ത്രം, ഇതാണ് ഖുറാഫി തന്ത്രം, ഇതാണ് ഖുബൂരിസം, ഇതാണ് ഖുറാഫി തന്ത്രം. ഉത്തരം മുട്ടുമ്പോൾ ഞാൻ കളവല്ല, ഏറ്റവും വലിയ കളവല്ല, ഇത് കളവല്ല. വെച്ച് പോകാൻ പറ്റില്ല. 100 മിനിറ്റ് തരാം. ഞാൻ സംസാരിക്കും. 100 മിനിറ്റ് തരാം. 10 മിനിറ്റ്. ധൈര്യമുണ്ടോ? പക്ഷേ മധ്യസ്ഥ